ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ഫില്ലറാ തേക്കിന് പഠിക്കാൽ. അപ്പോൾ ഗ്രൗട്ടൊക്കെ ഒഴിച്ച് മട്ടി അടിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ മൂലഭാഗം വെക്കുന്നത് ഇത്തിരി സിമെൻറ്റ് പൊടി അടിയിൽ ഗ്രൗട്ട് വെച്ചിട്ടാണ് മട്ടി അടിച്ചിരിക്കുന്നത്. മൂലഭാഗത്ത് നല്ലപോലെ സിമെൻറ്റ് പൊടി നല്ലപോലെ പതറി എൻ്റെ ലൂസ് മട്ടി ഇത്തിരി സ്ട്രോങ് ആക്കിയ മട്ടിയാണ് നമ്മൾ കലക്കിയിരിക്കുന്നത്. മൂലഭാഗം നല്ല സ്ട്രോങ് ആക്കിയാൽ പൊട്ടിപ്പോകാണ്ടിരിക്കുക. അപ്പോൾ ലൂസ് മട്ടി അടിച്ച് പിടിപ്പിച്ച് ഫുള്ളായിട്ട് ലൂസാക്കിയിട്ടാണ് മട്ടി ഒന്ന് അടിച്ച് നല്ലപോലെ പിടിപ്പിച്ചത്. മട്ടിയിൽ ഇത്തിരി നല്ലപോലെ നമ്മൾ 20 ഒരു ചാക്കിട്ട് കലക്കിയതാണ്. അതിൽ ഇത്തിരിയും കൂടി സിമെൻറ്റ് കൂടുതലിട്ടിട്ടാണ് നമ്മൾ ഈ മൂല വയ്ക്കുന്നത്. മാത്രം കുറച്ച് സിമെൻറ്റ് കൂടുതലിട്ടിട്ട് ഇപ്പോൾ ലൂസ് മട്ടി ഒന്ന് അടിച്ച് ലെവലാക്കി രണ്ട് സൈഡും മട്ടക്കോല് മുകളിലും താഴെയും വെച്ച് ലെവൽ കട്ടാക്കിയിട്ട് മട്ടി നമ്മൾ ഉതിരിമട്ടി വെള്ളം കുറഞ്ഞ മട്ടിയാണ് അതിൽ വെച്ച് തേച്ച് മൂല നല്ല സ്ട്രോങ് ആയിരിക്കാനാണ് നമ്മൾ സിമെൻറ്റ് ചേർത്ത് നല്ലപോലെ മട്ടിയെ നമ്മുടെ നല്ലപോലെ തേച്ചു ഒരു കരണ്ട് കൊണ്ട് വാരി വേണ്ട ലെവലിനനുസരിച്ച് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഫുള്ളായിട്ട് സ്ട്രോങ് മട്ടിയാണ്. ഇത്തിരി ആവശ്യത്തിനുള്ള നനവാക്കിയിട്ടുണ്ട്. നല്ലപോലെ ഒരുപാട് വറമട്ടിയല്ല, മൂലയായതുകൊണ്ട് പൊട്ടിപ്പോകാണ്ടിരിക്കാനാണ്. ഇത്തിരി നല്ല നനവിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, വറമട്ടിയല്ല. അപ്പോൾ ഒരടി കോൽ തന്നെ വെച്ച് നമ്മളതിന് ഒന്ന് വലിച്ചു വിട്ടു. ആ മട്ടക്കോലിൻ്റെ ലെവലിനനുസരിച്ച് നമ്മൾ തൂക്കിയ ഇതാണ് ഒരു സൈഡ്. അപ്പോൾ കറക്റ്റായി അതിൻ്റെ വെച്ച് ലെവൽ ചെയ്ത് ചൊത്തേക്ക് ഒന്ന് നല്ലപോലെ കരണ്ടി വെച്ച് വേണ്ട അവിടെയൊക്കെ തേച്ചൊന്ന് ലെവൽ ആക്കി കറക്റ്റായിട്ട് ഒന്ന് നമ്മൾ തേപ്പ് വലയെ വെച്ച് അതിന് കറക്റ്റ് ലെവൽ പോലെ ഒന്ന് കറക്റ്റാക്കി കരണ്ടി ആവശ്യമില്ല. ആ ചൊത്തകൾ പോലുള്ള അവിടെയൊക്കെ ഒന്ന് മട്ടി തേച്ച് നമ്മൾ കറക്റ്റാക്കി ഒന്ന് കരണ്ടി വലിച്ച് നമ്മൾ സെറ്റാക്കി. വീശ് പൊടിയൊന്നും ഇടില്ല. നമ്മൾ 20 ഒരു ചാക്കിട്ട മട്ടി